Jingle bell, jingle all the way. Hello, നമസ്കാരം. അപ്പോൾ എല്ലാ മച്ചന്മാർക്കും ഒരിക്കൽ കൂടി നമ്മുടെ സ്വാഗതം. ദ വണ്ടർലെസ് കപ്പിളിൻ്റെ പുതിയൊരു കിഡിലൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോഴും നമ്മുടെ തുടക്കത്തിലെ പാട്ട് കേട്ടപ്പോഴും നിങ്ങൾക്ക് മനസ്സിലുണ്ടാവും ഒരു ക്രിസ്മസിൻ്റെ വിശേഷങ്ങളായിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഒന്നും പറയാനില്ല, കിഡു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ കിഡു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്താ പറയുക, ലൈറ്റിൻ്റെ ഒരു പൊട്ടിപ്പൂരായിരുന്നു. പെൻസിൽവാനിയ സ്റ്റേറ്റിലെ ബേൺവില എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അതിമനോഹരമായ ഒരു ക്രിസ്മസ് വില്ലേജ് ഉണ്ട്. ലക്ഷക്കണക്കിന് ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ച ഒരു ക്രിസ്മസ് വില്ലേജാണ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളുമായിട്ടുള്ള ഒരു കിട്ടുക്കാച്ചി ക്രിസ്മസ് വീഡിയോ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുക, അല്ലെങ്കിൽ അത് ഭയങ്കര ഒരു നഷ്ടമായിരിക്കും. അത്രയധികം കാഴ്ചകളാണ് നമുക്കിവിടെ കാണാനുള്ളത്. സോ ഈ ക്രിസ്മസ് സീസണിലെ ഒരു ഗംഭീര കാഴ്ചയുടെ വീഡിയോ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. ഒരു രക്ഷയിലാണ്. കിഡു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡു കാഴ്ചയാണ്. ലക്ഷക്കണക്കിന് LED ഡിസ്പ്ലേ ആണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഗംഭീര പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, അത്രയ്ക്കധികം എൻജോയ് ചെയ്യാനുണ്ട്. Don't think it's time you're in bed. Close your eyes. Listen to the skies. Close your eyes. Listen to the skies. All is calm. Merry Christmas. All is well. Soon you'll hear Chris Creek.
കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ പതുക്കെ നടക്കും. ഒരു രക്ഷയില്ലാത്ത തണുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കോസിയാർ എന്ന് പറയുന്ന ഒരു ക്രിസ്മസ് വില്ലേജ് ആണ്. ഇത് തികച്ചും എന്താ പറയുക, ഒരു സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥയിലുള്ള ഒരു ക്രിസ്മസ് വില്ലേജ് ആണ്. 1948 മുതൽ ഇവർ എല്ലാ വർഷവും ക്രിസ്മസ് സീസണിൽ ഫുള്ളായിട്ട് ഇതേപോലെ ലക്ഷക്കണക്കിന് ലൈറ്റിൻ്റെ അലങ്കാര പരിപാടികളൊക്കെ ചെയ്ത് ഒരുപാട് ലക്ഷക്കണക്കിന് വിസിറ്റേഴ്സ് വരുന്ന ഒരു കിടിലൻ പരിപാടിയാണിത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ കയറി ഇറങ്ങി വന്നതാണ് കിസ്സിംഗ് ബ്രിഡ്ജ്. ഇവിടെ വരുന്ന പ്രത്യേകിച്ച് കപ്പിളുകൾ മുഴുവൻ ആ ഒരു മരത്തിൻ്റെ ചെറിയ പാലം കടന്നു വരുമ്പോൾ അതിൻ്റെ സെൻറ്ററിൽ നിന്ന് എല്ലാവരും കിസ് ചെയ്യാറുണ്ട്. സോ വളരെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ബ്രിഡ്ജാണ്. ഈ ക്രിസ്മസ് വില്ലേജിലെ ഏറ്റവും എന്താ പറയുക ഫേമസ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ കിസ്സിംഗ് ബ്രിഡ്ജ്. അതാരും അങ്ങനെ മിസ്സാക്കാറില്ല. അത്രയ്ക്കും എന്താ പറയുക ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ് കിസ്സിംഗ് ബ്രിഡ്ജ്. ഇപ്പോൾ ഈ സമയങ്ങളിലൊക്കെ ഓരോ വർഷവും ക്രിസ്മസ് സീസൺ ആകുമ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഈ ക്രിസ്മസ് വില്ലേജ് കാണാൻ വരുന്നത്. പ്രത്യേകിച്ച് കുട്ടികൾക്കുള്ള ഒരുപാട് അട്രാക്റ്റീവായിട്ടുള്ള പരിപാടികളാണ് ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. സോ എന്താ പറയുക, ഒരു വില്ലേജിലുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് ഇതിനകത്തൂടെ കാണാൻ കഴിയും. ചർച്ച്, അതേപോലെ സ്കൂള്, റെസ്റ്റോറൻറ്റ്, ഷോപ്പിംഗ് മാളുകൾ, അങ്ങനെ എല്ലാം വളരെ ക്രിസ്മസിൻ്റെ ആ ഒരു തീമോടുകൂടി വളരെ ഫണ്ണായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അത്രയ്ക്കും രസമാണ് ഈ ഒരു ക്രിസ്മസ് വില്ലേജ്. അത്രയും പഴക്കം ചെന്നൊരു ക്രിസ്മസ് വില്ലേജും കൂടിയാണ് ഇത്. ഒരു മനോഹരമായൊരു ഫാം ഹൗസിൻ്റെ ദൃശ്യമാണ് ഒരുക്കിയിരിക്കുന്നത്. ട്രാക്ടറുകൾ, അതേപോലെ എന്താ പറയുക കോഴി, ആട്, താറാവ്, പന്നി, അങ്ങനെ കംപ്ലീറ്റ് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഗംഭീര, നല്ല രസമാണ് കാണാൻ. പ്രത്യേകിച്ച് കുട്ടികൾക്ക് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സംഭവമാണിത്. ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഈ US-ലൊക്കെ ഉള്ള കൺട്രീസ് ആയുള്ള ഒരു ടിപ്പിക്കൽ ഒരു കർഷകൻ്റെ വീടും അവൻ്റെ ചുറ്റുവട്ടവും തൊഴുത്തും കാര്യങ്ങളും അതിൻ്റെ ഒരു മോഡലാണ്. വളരെ അതേപടി എന്താ പറയുക മാക്സിമം അവർ കോപ്പി ചെയ്തിട്ടുണ്ട്. ഇതാണ് യൂഷ്വലി നമുക്കിവിടെ പുറത്തു പോയ റിയൽ ലൈഫിലും കാണാവുന്ന ഒരു കാഴ്ച. ഒരു സൈഡിൽ വീടുണ്ടാവും, പിന്നെ മനോഹരമായ ഒരു തൊഴുത്തുണ്ടാവും, അതേപോലെ തന്നെ ഒരു കളപ്പുര. ഇത് മൊത്തം മഞ്ഞ് വീണ് നടക്കുമ്പോൾ ഒരു കാഴ്ചയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായ രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്.
രക്ഷയില്ല, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി കിടു ഫീലാണ് ഈ ഒരു ക്രിസ്മസ് വില്ലേജ് എന്ന് പറഞ്ഞാൽ. തകർത്ത് സൂപ്പർ ആക്കിയിട്ടുണ്ട്. എന്താ പറയാ, ലക്ഷക്കണക്കിന് ലൈറ്റിന്റെ ഡെക്കറേഷനും പരിപാടികളും ഒരു രക്ഷയിലാട്ടോ. സൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടു, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഒരു കലക്കൻ ട്രിപ്പായിരുന്നു. എന്താ പറയാ, ഈ ലൈറ്റിന്റെ ഒരു വർണ്ണ പ്രപഞ്ചമായിരുന്നു ഈ ഒരു ക്രിസ്മസ് വില്ലേജിൽ. സോ ഈ കോസിയാർ ക്രിസ്മസ് വില്ലേജിലേക്കുള്ള യാത്ര ഒട്ടും ഞങ്ങളെ നിരാശപ്പെടുത്തിയില്ല. കിടു ട്രിപ്പ് എന്ന് പറഞ്ഞാൽ കിടു ട്രിപ്പായിരുന്നു. സോ ഈ വീഡിയോ കണ്ട നിങ്ങൾക്കും അത് ഒരുപാട് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സോ ഇന്നത്തെ വണ്ടർലാസ്റ്റ് കപ്പിളിൻ്റെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ ആസ് യൂഷ്വൽ നമ്മുടെ യാത്ര ഇവിടെ തീരുന്നില്ല. പുതിയ കാഴ്ചകളും പുതിയ സ്ഥലങ്ങളും പുതിയ അറിവുകളുമായിട്ട് നമ്മുടെ കാഴ്ച തുടർന്നുകൊണ്ടേയിരിക്കും. സോ ഈ ഒരു ക്രിസ്മസ് സീസണിൽ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഒരു ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഫ്രോം ദ വണ്ടർലാസ്റ്റ് കപ്പിൾ. See you next year. Bye. Super Rashi. Good night.